കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശൻ കണ്ണാടിയുടെ മുന്നിൽ പോയെന്ന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഒരുങ്ങുവാണ്. കാരണം കാർത്തിക വാങ്ങിച്ചോണ്ട് കൊടുത്ത ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ലക്ഷ്മി വാങ്ങിച്ചു കൊടുത്താന്ന് പറഞ്ഞോണ്ട് അത് ഇട്ട് അങ്ങനെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നോക്കിയിട്ടും പ്രകാശന്റെ ഉള്ളിലെ ആ ഒരു ഇത് ആ തൃപ്തി അങ്ങോട്ട് മതിയാവുന്നില്ല. കണ്ടിട്ടും അങ്ങോട്ട് മതിയാവുന്നില്ല. ഇങ്ങനെ നോക്കി ആസ്വദിച്ച് സ്വയം ഒരു ആത്മകഥം പറഞ്ഞുകൊണ്ടിരിക്കണം. പ്രകാശം നീ സൂപ്പറാട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ വിക്രത്തിന്റെ അച്ഛനാന്നൊന്നും പറയില്ല, വിക്രത്തിന്റെ അനിയനാന്നേ പറയുള്ളൂ. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സ്വയം കണ്ണാടിക്കകത്ത് പറഞ്ഞ് സ്വയം പൊങ്ങിയ അങ്ങനെ പ്രകാശം നിൽക്കുകയാണ്. ഈ സമയത്ത് വിക്രം കയറി വന്നു. വിക്രം നോക്കിക്കഴിഞ്ഞപ്പോ അച്ഛൻ തന്നെ സംസാരിക്കുന്നു. ഇതെന്ത് പറ്റി? കണ്ണാടിക്കകത്ത് നോക്കി മുടിയിരുന്നു, അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു. ഇതെന്ത് പറ്റി? പതിവിലും വിപരീതമാണല്ലോ. ഇങ്ങനെയൊന്നും പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ. അങ്ങനെ വിക്രം അങ്ങ് അകത്തേക്ക് എറിച്ചെന്നു. അച്ഛാന്ന് വിളിക്കുകയാണ്. പ്രകാശം പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി. ആഹാ, നീയോ? അല്ല, എന്താടാ അച്ഛൻ എന്താ തന്നെ പിറുപിറുത്തോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. ഇപ്പൊ എന്നെ കണ്ട എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. കുഴപ്പമില്ല, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അച്ഛൻ ഈ ഷർട്ട് ഇട്ടിട്ടെന്ന് പറയണം. എടാ, ഇത് ഷർട്ടല്ല, ഓ കുർത്ത. മനസ്സിലായി. അല്ല, അച്ഛന് ഓണക്കോടി കിട്ടിയതാണെന്ന് ചോദിക്കും. അതെ, ഓണക്കോടി കിട്ടിയതാ. ആരെ? കാർത്തേച്ചി എടുത്തു തന്നായിരിക്കും. കാർത്തേച്ചിയുടെ സെലക്ഷൻ എന്താളും ഉഗ്രനായിട്ടുണ്ട്. പാകത്തിനുള്ള എടുത്തു തന്നേക്കുന്നേ. അച്ഛൻ എടുത്താൽ പോലും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എടുക്കത്തില്ല. ഇതിനു മുമ്പ് അച്ഛൻ ഇത്ര നല്ല കുർത്തി വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, അതെ കാർത്തിക അല്ല എടുത്തു തന്നെന്ന് പറയാം. പിന്നെ ആരെടുത്തു തന്നെ? അത് മറ്റൊരാളാ. പറയച്ച ആരെടുത്തു തന്നേ? അത് ഞാൻ ഒരു ക്ലൂ തരാന്ന് പറയണം. ക്ലൂവോ? അതാരാ? അതൊക്കെ തരാം. അതെ, കാർത്തികേനെ 10 മാസം നൊന്ത് പ്രസവിച്ച ആളാന്ന് പറയണം. ഓ മനസ്സിലായി, കാർത്തികേച്ചിന്റെ അമ്മയായിരിക്കും അല്ലേ? അന്നാ അതങ്ങോട്ട് പറഞ്ഞാ പോരെ, അതിനിത്ര ബിൽഡപ്പ് വേണോന്ന് ചോദിക്കും. അതങ്ങനെ പെട്ടെന്ന് പറയുന്നത് എങ്ങനെയാടാ? മനസ്സിലായി. ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായെന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട് കാണാനായിട്ട്? കൊള്ളാ അച്ഛാ, അച്ഛൻ അല്ലേലും പൊളിയല്ലേന്ന് ചോദിക്കുക. അങ്ങനെ പ്രകാശം ഭയങ്കര സന്തോഷത്തില്ല, എന്തെന്നില്ലാത്ത സന്തോഷം. ഈ സമയം കാർത്തികയുടെ അരിയിലേക്ക് ഭാനുമതിയമ്മ വരുവാണ്. ഭാനുമതി ക്ഷേത്രത്തിലൊക്കെ പോയിട്ടാണ് വരുന്നേ. ക്ഷേത്രത്തിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഭാനുമതിയമ്മ പറഞ്ഞു, മോളെ ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പറയണ. പ്രാർത്ഥിച്ചു? എന്ത് പ്രാർത്ഥിച്ചു? അല്ല, അവളുണ്ടല്ല കല്യാണി, അവൾക്കാണെങ്കിൽ അംഗീകാരം ഒന്നും കിട്ടില്ല, അവൾക്ക് പ്രൈസ് ഒന്നും കിട്ടില്ലെന്ന് മനമുരി പ്രാർത്ഥിച്ച് നേർച്ച വഴിപാടുകളെല്ലാം നടത്തിയിട്ടാണ് ഞാൻ വരുന്നതെന്ന് പറയാം. ഇത് കേട്ടതും കാർത്തിക പറഞ്ഞു, അത് ശരിയാണോ മുത്തശ്ശിന്ന് ചോദിക്കും. അതെന്താ? അല്ല, അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർക്ക് കിട്ടേണ്ടത് ചോദിക്കും. പിന്നെ കഴിവ് പോലും അവരുടെ കഴിവൊന്നും ഇല്ല, അതൊക്കെ ചുമ്മാതെയല്ലേ. ഒരിക്കലും അവൾക്ക് കിട്ടാൻ പോകുന്നില്ല. അവളുടെ അഹങ്കാരം അത്ര മാത്രം ഉണ്ട് മോളെ, അവൾക്ക് അങ്ങനെ അത് കിട്ടണ്ടെന്ന് പറയണം. ഈ സമയത്ത് പ്രകാശനും വിക്രമും കൂടെ ഇറങ്ങി വരുന്നേ. പ്രകാശനെ കണ്ടതും ഭാനുമതി മുത്തശ്ശി ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. എടാ പ്രകാശ, എന്താമ്മേ? അതെ, ഞാനിന്ന് വഴിപാട് നടത്താൻ പോയിട്ടോ. ഇതേ നന്ന മനം ഒരുങ്ങി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ കല്യാണിക്ക് ഒരു കാരണവശാലും പ്രൈസ് ഒന്നും കിട്ടില്ല, അവള് തോറ്റു തുന്നം പാടി ഇങ്ങോട്ട് വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വഴിപാടുകളൊക്കെ നടത്താൻ പോയെന്ന് പറയാം. പ്രകാശം പറഞ്ഞു, അമ്മ മാത്രമല്ല ഞാനും കുറെ നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇനി അവള് വരട്ടെ, അവളുടെ മുന്നിൽ എനിക്കൊന്ന് ഞെളിഞ്ഞ് നിൽക്കാനുള്ള. ഈ പ്രകാശൻ ആരാന്നിനി അവൾ അറിയാൻ പോകുന്നുള്ളൂ. ഈ സമയം കാർത്തിക പറഞ്ഞു, നിങ്ങളിങ്ങനെ വഴിപാടും പ്രശ്നങ്ങളും നടത്തിയിട്ട് കാര്യമുണ്ടോ? അവൾക്ക് കഴിവുണ്ടെങ്കിൽ അവൾ ഉറപ്പായിട്ടും അംഗീകാരം മേടിച്ചിരിക്കുമെന്ന് പറയാം. പിന്നെ അവൾക്ക് കഴിയ പോലും മുമ്പേ അമേരിക്കയിലെ ഏതോ ഒരു കമ്പനി എങ്ങാണ്ട് അവൾക്ക് പ്രൈസ് ഒക്കെ കൊടുത്തേ. അതാ ചന്ദ്രസേൻ ഏതാണ്ട് കൈക്കൂലി കൊടുത്തങ്ങോട്ട് വാങ്ങിച്ചെടുത്ത കാര്യങ്ങളാ. അല്ലാതെ ഈ പറയുന്ന കഴിവും കാര്യങ്ങളൊന്നും അവക്കില്ല. പക്ഷെ ഈ തവണ ഉണ്ടല്ലോ, ഈ തവണ അവള് പെടും. അതെ പ്രകാശൻ അല്ല, ചന്ദ്രസേന്റെ ഒരടവുകളും കാര്യങ്ങളും ഒന്നും ഈ തവണ അവിടെ എടുക്കാൻ പറ്റില്ല, ഡൽഹിയിൽ എടുക്കാൻ പറ്റില്ല എന്ന് പറയണം. ഈ തവണ പെട്ടുപോകും. തോറ്റു തുന്നമ്പാടി അവൾ ഇങ്ങോട്ട് വരുമ്പോ ആ കാഴ്ച ഒന്ന് കാണാൻ ഞാൻ പോകുന്നുണ്ട് മോളെ. മോളും കൂടെ എൻ്റെ കൂടെ പോരെ, നമുക്ക് എല്ലാവർക്കും ആഘോഷമായിട്ട് അവളുടെ മുന്നിലേക്ക് അങ്ങോട്ട് ചെല്ലാന്ന് പറയാം. പിന്നീട് പ്രകാശ് ചോദിച്ചു, അമ്മേ ഈ വേഷം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. കൊള്ളാട മോനെ, അല്ലെങ്കിൽ നീ ഇറങ്ങി വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിച്ച അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അല്ലടാ മോനെ, ഇത് എവിടുന്ന് വാങ്ങിയതാന്ന് ചോദിക്കും. അതെ, ഞാൻ വാങ്ങിയതല്ല. പിന്നെയോ? അതൊക്കെ എനിക്ക് സമ്മാനം കിട്ടിയ കാര്യങ്ങളാ, അതൊന്നും ഇപ്പോഴമ്മ അറിയണ്ട, പിന്നെ അമ്മ അറിഞ്ഞാ മതി എന്ന് പറയാം. കൊള്ളാം. എന്താളും ഇപ്പൊ നിന്നെ കണ്ട വിക്രത്തിന്റെ അനിയനാന്നാ പറയുള്ളൂ, വിക്രത്തിന്റെ അച്ഛനാന്ന് ഒരിക്കലും പറയില്ലെന്ന് പറയാം. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോ പ്രകാശൻ ഒരടി അങ്ങോട്ട് പൊങ്ങുക. പിന്നീട് ഭാനുമതിയെ മുത്തശ്ശി പറഞ്ഞു, എന്താളും ആ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്തെ ഇവനും കൂടി ഇല്ലാതെ പോയല്ലോ വിക്രം. ബൈക്കേന്ന് ഉരുണ്ട് വീണ് അവന്റെ കാല് മേലാതെ വന്നോണ്ടാ
ഈ സമയം വിക്രം പറഞ്ഞു, എന്തായാലും കാലൊക്കെ ശരിയായല്ലോ, ഓണാകുമ്പത്തേനും കാല് ശരിയായ മാത്രം മതി എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് നല്ല സംശയമുണ്ട്. ഞാനേ മനഃപൂർവ്വം ഉരുണ്ട് വീണൊന്നുമല്ല. എന്റെ ബൈക്കിന് പുറകെ വന്ന് ഒരുത്തൻ മനഃപൂർവ്വം തട്ടിയിട്ട് പോയതാ. അതെന്നെ കൊല്ലാൻ ശ്രമിച്ചാണെന്ന് ഡൗട്ടുണ്ട്. മിക്കവാറും ആ കല്യാണിയുടെയും കിരണിന്റെ ആൾക്കാരായിരിക്കുമെന്ന് കാർത്തിയോട് പറയണം. ഇത് കേട്ടൻ കാർത്തി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവരെ വെറുതെ വിടല്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാം. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, കേട്ടോ മോളെ, ഇതൊക്കെ അവളുടെ സ്വഭാവം. അയൽക്കത്ത് പോലും അടുപ്പിക്കാൻ കൊള്ളില്ല. അവള് വരട്ടെ ഇങ്ങോട്ട്, അവൾക്കിട്ടുള്ള പണി നമുക്ക് കൊടുക്കാന്ന് പറയണം. പിന്നീട് കല്യാണിക്ക് കൊറിയർ വരുവാണ്. കല്യാണി അത് എടുത്ത് നോക്കി, തുറന്നു നോക്കി കഴിയുമ്പോൾ ഓണത്തിനുള്ള സെറ്റ് സാരിയൊക്കെയാണ്. അത് അയച്ചേക്കുന്ന കിരണുമാണ്. ഇത് കിട്ടിക്കഴിഞ്ഞ ഉടനെ കല്യാണി കിരണിനെ വിളിക്കുകയാണ്. കിരണേട്ടാ, എന്തിനാ ഇതൊക്കെ അയച്ചു കൊടുത്തേ? ഇതിന്റെ കാര്യമല്ല ഉണ്ടായിരുന്നു ചോദിക്കും. അതെ, ഓണമല്ലേ, അപ്പൊ നിനക്ക് എനിക്ക് ഓണക്കോട് തരാതിരിക്കാൻ പറ്റില്ലോ. ഓ, അപ്പൊ ഞാൻ കിരണേട്ടനൊന്നും തന്നില്ലല്ലോ. അതല്ലല്ലോ മോളൂ, നിനക്ക് തരാതിരിക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അയച്ചു തന്നെന്ന് പറയണം. പിന്നെ അതെ, നീ ഉടുക്കണം. ഏ, ഇത് ഫംഗ്ഷൻ എന്ന് ഉടുത്താ പോരെ? വേണ്ട വേണ്ട, ഓണത്തിന്റെ അന്ന് ഇനി ഉടുക്കണമെന്ന് പറയാ എന്റെ ആഗ്രഹമല്ലേ. പിന്നെ കോമ്പറ്റീഷനെ കുറിച്ച് അറിയാലോ, കോമ്പറ്റീഷൻ നല്ല സുന്ദരിയായിട്ട് വേണം പങ്കെടുക്കാനായിട്ട്. അത് മാത്രമല്ല, നിന്റെ മനസ്സിൽ വല്ല ഐഡിയ ഉണ്ടോ? ഒരു പക്ഷെ എനിക്ക് തോന്നുന്നേ ചിലപ്പോൾ ആ സമയത്ത് നമ്മളോട് പറയുന്നേ നമ്മുടെ മനസ്സിലുള്ള എന്തെങ്കിലും കാര്യം വരയ്ക്കാനായിരിക്കും പറയണേ. അങ്ങനെയാണെങ്കിൽ നീ എന്ത് വരയ്ക്കുമെന്ന് ചോദിക്കാം. ഇത് കേട്ടത് കല്യാണി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. പിന്നെ പറഞ്ഞു, അത് ഞാൻ അപ്പോഴെന്താ എന്റെ മനസ്സിൽ തോന്നുന്നെങ്കിൽ അങ്ങനെ ചെയ്യും. എന്റെ ജീവിതത്തിലെല്ലാം അങ്ങനെയാണല്ലോ സംഭവിച്ചിരിക്കുന്നേ. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമല്ലേ. ഞാൻ മുൻകൂറൊന്ന് ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നോ എന്തോ അതെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യുമെന്ന് പറയാം. എന്നാ ശരി, നീ ഓണമൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക, ഞാനിവിടെ ആഘോഷിക്കാന്ന് പറയാം. ഈ സമയം കല്യാണി പറഞ്ഞു, എനിക്ക് കിരണേട്ടൻ ഇല്ലാത്തതിന്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. കിരണം പറഞ്ഞു, എനിക്ക് അങ്ങനെയൊക്കെ തന്നെ കല്യാണി, നമ്മൾ രണ്ടും അടുത്തില്ലാതെ കല്യാണത്തിന് ശേഷമുള്ള ആദ്യത്തെ ഓണം അല്ലേന്ന് ചോദിക്കാം. വിഷമിക്കണ്ട, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, സങ്കടപ്പെടണ്ടെന്ന് പറയാം. പിന്നീട് രൂപ ഭഗവാന്റെ മുന്നിൽ പോയിന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, എന്റെ മോൾക്ക് പ്രൈസ് കിട്ടണേ, അവള് വിന്നർ ആവണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അവള് സങ്കടത്തോടുകൂടി ഒരിക്കലും ഇങ്ങോട്ട് കയറി വരില്ല. അവൾ വിന്നറായിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. അവള് വിന്നറായി വരുന്ന കാണാനായിട്ടാ ഞങ്ങളെല്ലാം ഇവിടെ കാത്തിരിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ മുന്നിൽ മനോരി പ്രാർത്ഥിച്ച് വരുമ്പോ കിരൺ എല്ലാവർക്കും ഉള്ള ഓണക്കോടിയായിട്ട് ഇങ്ങോട്ട് വരികയാണ്. കിരണിനെ കണ്ടതും രൂപ പറഞ്ഞു, ആഹാ, ഇതെന്താ ഓണക്കോടിയൊക്കെ കയ്യിലുണ്ടല്ലോ എന്ന് പറയും. പിന്നെ ഓണക്കോടി ഇല്ലാതിരിക്കാൻ പറ്റുമോ? അല്ല, കല്യാണ മോൾക്ക് കൊടുത്തില്ലേ, അവൾക്കുള്ളതൊക്കെ ഞാൻ കൊറിയർ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉള്ളതാന്ന് പറയണം. ഈ സമയത്ത് സോണിയും ആൽബിയും കൂടെ അങ്ങോട്ട് വരുന്നേ. ആഹാ, അപ്പൊ അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല ഞങ്ങൾക്കില്ലേന്ന് ചോദിക്കണം. നിങ്ങൾക്കുള്ളതുണ്ട് എന്ന് പറഞ്ഞ് സോണിക്കും ആൽബിക്കും കൊടുക്കണം. അപ്പൊ അവരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് കൊണ്ടുവന്ന് കിരണും രൂപയ്ക്കോ കൊടുക്കുകയാണ്. പിന്നീട് കല്യാണിയെ വിളിച്ചോന്നൊക്കെ ചോദിച്ചു. കല്യാണിയെ വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കോമ്പറ്റീഷനെ കുറിച്ച് അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ഓണമൊക്കെ ആയതുകൊണ്ട് എല്ലാ ചാനലുകാരും ലൈവായിട്ടൊക്കെ ആ സമയത്തെ ന്യൂസൊക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഒരു പക്ഷേങ്കിൽ അവളുടെ കോമ്പറ്റീഷനെ കുറിച്ചൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുമായിരിക്കും എന്ന് പറയാം. ഈ സമയം രൂപ ചോദിച്ചു, അല്ല മോനെ, മോന്റെ ഡാഡി മമ്മി വന്നില്ലേ? ഓ, അത് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ അമേരിക്കയിൽ അവരെ പ്രവാസികൾ ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡാഡിക്ക് വരാൻ പറ്റില്ല. കുഴപ്പമില്ല, അടുത്ത ഓണം ഇവിടെ അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞു. മാത്രമല്ല ടിക്കറ്റിന്റെ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു പറയാം. ഇത് കേട്ടത് സോണി പറഞ്ഞു, ഇനിയും ഉണ്ടല്ലോ അമ്മ ഓണം, നമ്മൾ എല്ലാരും കൂടെ ഇവിടെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കൂലേ. ഈ ഓണത്തിനാണെങ്കിൽ കല്യാണി ഇല്ലല്ലോ എന്ന് പറയണം. ശരിയെന്ന് പറയാ. പിന്നീട് കാണിക്കുന്ന എല്ലാരും കൂടെ ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ നടത്തുവാണ്. ഡാൻസും പാട്ടും മേളവും ഒക്കെ ആയിട്ട്. ഒരു സൈഡില് കല്യാണിയുടെ അവിടെ ഓണം ആഘോഷിക്കണം. എല്ലാവരും തിരുവാതിരയൊക്കെ കളിച്ച്, കല്യാണി ഫ്രണ്ട്സും എല്ലാം കൂടെ തിരുവാതിര കളിച്ച് ഓണം ആഘോഷിക്കുകയാണ്. ഇപ്പറയാണെങ്കിലോ കാദംബരി അവരെല്ലാരും കൂടെ ഓണത്തിന് വേണ്ടിയിട്ട് തിരുവാതിരകളൊക്കെ കളിക്കുകയാണ്. ആ കൂടെ ദീപയുണ്ട്. അങ്ങനെ എല്ലാരും കൂടെ ചേർന്ന് തിരുവാതിര കളിക്കുക. ഈ സമയം ചന്ദ്രസേനും കിരണും രതീഷും കൂടെ അങ്ങോട്ട് വന്നു. ഈ സമയം രതീഷ് ഇടയ്ക്കിടയ്ക്ക് അകത്തേക്ക് പോകുന്നുണ്ട്. കിരൺ പറയും, കണ്ടാ പോകുന്ന പോക്ക് കണ്ടില്ലേ, ഇത് എന്തിനാന്നുള്ള പുറപ്പാട് എനിക്ക് മനസ്സിലായി. അതച്ചാ അകത്ത് സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പോയി അടിച്ചിട്ട് ഇങ്ങ് തിരിച്ചു വരുമെന്ന് പറയാം. ഇത് കേട്ടൻ ചന്ദ്രസേനൻ പറഞ്ഞു, അതെ എല്ലാവരും മിനിമം മതി, പറഞ്ഞു കേട്ടല്ലോ, ഓവർ ആക്കല്ലെന്ന് പറയാൻ. ഓവറൊന്നും ആക്കില്ല, എല്ലാം കുറേശ്ശേ ഉള്ളെന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടുകൂടി ഓണം ആഘോഷിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.